നമ്മുടെ ഈ മറ്റേ ഫ്ലഷ് അതേ സിസ്റ്റം തന്നെ. അതായത് ഇതിന്ന് അവര് ഡ്രിങ്ക് ചെയ്യുമ്പോൾ വെള്ളം കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെ അങ്ങനെ ഇതിപ്പോ ഡ്രൈനേജ് ആണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് വഴുക്കുകൾ കളയാനായിട്ടുള്ള ഡ്രൈനേജ് ആണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ നോർമൽ പെയിന്റിന്റെ ബക്കറ്റ് എടുത്തിട്ടാണ് ടാങ്ക് ഉണ്ടാക്കിയേക്കുന്നത്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്ലഷ് വാങ്ങേണ്ടി വരും. നമ്മുടെ അവിടെ ഉള്ള സിസ്റ്റം ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ജോജി. ഓക്കെ, സ്ഥലം ഒന്ന് പറഞ്ഞേട്ടെ ഇവിടുത്തെ. ഇത് കാലടി പഞ്ചായത്ത് യോർദനാപുരം. ഓക്കെ ചേട്ടാ, ഇവിടെ ഈ ഡ്രിങ്കിങ് സിസ്റ്റം ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ പശുവിന്റെ മുമ്പിലും ഒരു ബൗള് അല്ലെ? ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു ഒന്ന് പറയാമോ? ഇത് നമ്മുടെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണ് വാട്ടർ ഫിൽ ആവുന്നത്. നമ്മുടെ ഈ മറ്റേ ഫ്ലഷ് അതേ സിസ്റ്റം തന്നെ. അതായത് ഇതിന്ന് അവര് ഡ്രിങ്ക് ചെയ്യുമ്പോൾ വെള്ളം കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് റീഫിൽ ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് 24 hours. അപ്പൊ ഇതിനു വേണ്ടി പ്രത്യേകം ടാങ്ക് ഉണ്ട് മേളില്. നമ്മുടെ നോർമൽ വാട്ടർ ടാങ്കിൽ തന്നെയുള്ള കണക്ഷൻ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അതേ ടാങ്കിൽ നിന്നാണ്. സെപ്പറേറ്റ് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഇതാകുമ്പോ കുറച്ചും ഗ്യാരണ്ടി, കാരണം നമ്മൾ കുടിക്കുന്ന അതേ വെള്ളം തന്നെയാണ് അതേ സമയത്ത് അതേപോലെ. അങ്ങനെ അല്ലേ? അത്യാവശ്യം നല്ല വെള്ളം തന്നെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് എത്ര പശുവിനെ അവർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ? ഇതിപ്പോ എല്ലാവർക്കും കിടാക്കൾക്കും ഗ്രാരികൾക്കും എല്ലാവർക്കും സിസ്റ്റം ഉണ്ട്. ആണല്ലേ? ഇവിടെ 1 2 3 4 5 6 ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു 4 ഉണ്ടല്ലേ? അവിടെ താഴെ 4. അവിടെ ഒരു 4 ഉണ്ട്. പിന്നെ അവിടെ ഉണ്ട് 4. അവിടെ 4. അപ്പൊ അങ്ങനെ 14 14 അതെ. ഇതിപ്പോ ഫിറ്റ് ചെയ്തിട്ട് എത്ര നാളായി? ഇതിപ്പോ അന്ന് തന്നെ കൈയോടെ ചെയ്തായിരുന്നു. 3 വർഷം, അതായത് ഒരു 3.5 വർഷം മുമ്പ് 4 വർഷം മുമ്പ് കൈയോടെ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റം വെക്കാൻ കാരണം എന്താ? ഇപ്പൊ ഇവർക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോഴും വാട്ടർ സപ്ലൈ ചെയ്യാനിരിക്കണം. ബോളിൽ അങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തട്ടിക്കളയാം. അപ്പൊ ഇതാവുമ്പോ തട്ടിക്കളയൊന്നുമില്ല. ആവശ്യത്തിന് കുടിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്നോളൂ അല്ലെ? ഈ കാണുന്ന അല്ലാണ്ട് ഈ ഭിത്തിമ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിവിടെ വെച്ചിട്ടുണ്ട് സിസ്റ്റം. ഇതിന്റെ ബേസിക് ഒന്ന് തന്നെ. സിസ്റ്റം ഒന്ന് തന്നെയല്ലേ? ഫിറ്റിംഗ്സിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലേ ഈ കാണുന്ന ഭിത്തിയില്. ഇത് സ്റ്റീലിന്റെ ബൗള് ഇരുമ്പിന്റെ പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ അല്ലേ? പിന്നെ അത് വാഷ് ചെയ്യാനായിട്ട് ഡ്രൈനേജ് ഉണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണോ? പിന്നെ എങ്ങനെ? ചുമ്മാ കൈയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈൻ ചെയ്യാം. അങ്ങനെ അല്ലേ? ഇതിപ്പോ നമ്മളിവിടെ ഡ്രൈൻ ചെയ്താൽ റീഫില്ലാവും. എങ്ങനെ? അങ്ങനെ. ഇതിപ്പോ ഡ്രൈനേജ് ആണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് വഴുക്കുകൾ കളയാനായിട്ടുള്ള ഡ്രൈനേജ് ആണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി. ഓപ്പൺ ആക്കിയാനുള്ള വേസ്റ്റ് സാധനം എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് പൊക്കോളും. ഇനിയിപ്പോ രണ്ടാമത് റീഫില്ലാവും. ഓഫ് ചെയ്തു. കൊള്ളാം. അത് ഇവര് എത്രത്തോളം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് ഫില്ലായിക്കൊണ്ടിരിക്കും അല്ലേ? വെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ യാതൊരു പേടിയും ഇല്ല. ഇതിലിപ്പോ നമ്മളിപ്പോ ഈ ഒരു തൊഴുത്തിന്റെ ഒപ്പം പണിതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് എത്രത്തോളം രൂപ നമുക്ക് ചെലവ് വന്നു നമുക്കറിയാൻ പറ്റും? അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്ക് വെച്ചിട്ടില്ല അതിന് കാരണം തൊഴുത്തിന്റെ ഒപ്പം തന്നെ മെറ്റീരിയൽസും പണിതു അല്ലേ? ഓക്കെ. ഈ ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പണി എളുപ്പമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അത് ഇവർക്ക് വെള്ളം, ഞാൻ പറഞ്ഞില്ല, വെള്ളം എപ്പോഴും നല്ല ചൂട് കാലത്താണ് എപ്പോഴും വെള്ളം വേണം. അതെ. അപ്പൊ നമ്മൾ എപ്പോഴും പാത്രത്തിൽ വെള്ളം കൊടുക്കാനിരുന്ന് ഇവര് തട്ടിക്കളയുക. പിന്നെ നമ്മൾ റീഫില്. അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ ഒരു ശ്രദ്ധ വേണം. ഇപ്പൊ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയിരിക്കുന്ന ഒരു രക്ഷ ഉണ്ടാവില്ല. അതെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ശ്രദ്ധ കൂടുതൽ വേണം. അപ്പൊ ഇതാകുമ്പോ അവർക്ക് സൗകര്യമായിട്ട് കഴിക്കാലോ. എപ്പോഴും വെള്ളം എന്തുണ്ടാവും? 24 hours അല്ലേ? അതെ. ഓക്കെ. പിന്നെ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ ഈ പൊട്ടിപ്പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഇല്ലല്ലേ? ക്വാളിറ്റി നല്ല തിക്നെസ് ഉള്ള ഇതാണല്ലേ? അപ്പുറം വെച്ചിരിക്കുന്നതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ സിസ്റ്റം ആണല്ലേ? ഈ ഒരു തൊഴുത്താണ് ആദ്യം പണിതത്. അതെ. അന്നേരം ഉണ്ടായിരുന്നത്? പിന്നെ ഉണ്ടായിരുന്നല്ലേ? അന്നേരം ഉണ്ടായിരുന്നു. അന്നേരം ഈ 4 പണിതപ്പോ എത്ര രൂപയായി നമുക്കൊരു ഏകദേശം എന്തെങ്കിലും അറിയാൻ പറ്റും? കാരണം അന്ന് ചെറുതാണല്ലോ പണിത്, ഞാൻ ചോദിച്ചത്. അതെ. ഇത് 10,000-3,000 രൂപയുടെ അടുത്തുകൊണ്ട് ഇതായി ആണല്ലേ? അത്ര ആയിട്ടുള്ളൂ. നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ നോർമൽ പെയിന്റിന്റെ ബക്കറ്റ് എടുത്തിട്ടാണ് ടാങ്ക് ഉണ്ടാക്കിയേക്കുന്നത്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്ലഷ് വാങ്ങേണ്ടി വരും. നമ്മുടെ അവിടെ ഉള്ള സിസ്റ്റം ഉണ്ട്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതിപ്പോ കോസ്റ്റ് കുറയ്ക്കാവുന്ന രീതിയിൽ ഈ കാണുന്ന ബക്കറ്റ് പിന്നെ ഇത് വാൽവ് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. മറ്റേതാകുമ്പോ കോസ്റ്റ്ലി ആണ് നമുക്ക് അല്ലേ? മറ്റേത് നോർമൽ ക്ലോസറ്റിന്റെ അതാ കാണുന്നത് അല്ലേ? ക്ലോസറ്റിന്റെ ആ ഒരു ഫ്ലഷ്, അതിന് റേറ്റ് കൂടുതലാണല്ലോ അല്ലേ? ഇത് ഞാൻ പറഞ്ഞ ഇവിടെ ഇരുന്നതാ. ഓഹോ, അങ്ങനെ.
ഇങ്ങനെ പുറത്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ദ്രവിച്ചു ഇല്ല ഇല്ല കേട്ടോ, ഇല്ല പോയില്ല. ഒരു വിഷയമില്ല. ഇത് പിന്നെ അതേ സിസ്റ്റം തന്നെയാണല്ലോ. സിസ്റ്റം ഒക്കെ ഒന്ന് തന്നെ, ടാങ്ക് വ്യത്യാസം വന്നൊന്നുള്ളൂ. ഓ അങ്ങനെ. അപ്പം നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ബക്കറ്റ് വെക്കാം. പിന്നെ നമുക്ക് അത് പറഞ്ഞു പ്ലംബർ തന്നെ. ഓക്കെ, പ്ലംബർ തന്നെ പറഞ്ഞു. ഞാനിത് ചോദിക്കാൻ കാരണം നമ്മുടെ ചാനലിൽ ഇത് പലരും ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഡ്രിങ്കിങ് സിസ്റ്റം ഏറ്റവും കുറഞ്ഞ രീതിയിൽ വാട്ടർ ലെവൽ ആയിരിക്കണം മാത്രം, അല്ലെങ്കിൽ ഓവർഫ്ലോ വരും. വെള്ളത്തിന്റെ ഇതില്ല, ഇതൊക്കെ വാട്ടർ ലെവലായിരിക്കും. ആ വെള്ളം എവിടത്തോളം ഹൈറ്റ് ഉണ്ടോ വാട്ടർ ലെവൽ അത് ഒരേ വാട്ടർ ലെവൽ ആയിരുന്നാൽ മാത്രമേ ആണ്. അതല്ലെങ്കിൽ എവിടെ താഴെ ഇട്ടുണ്ടോ അവിടെ ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും. അതൊരു വിഷയമാണ്. അതിന് പ്ലംബർ തന്നെ വേണം, പ്ലംബർ തന്നെ വേണം അല്ലെ. വാട്ടർ ലെവൽ മാത്രമേ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ. ഇത് വലിയ സിസ്റ്റം ഒന്നല്ല, സാധാരണ സാധാരണ സിസ്റ്റം. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ചുരുക്കം ചിലവര് ചെയ്യുന്നുണ്ട്, അവര് ഈ നമ്മുടെ പുൽത്തൊഴുത്തിൽ തന്നെ വെള്ളം കെട്ടി നിർത്തി കൊടുക്കണം. അത് അത്ര സക്സസ് അല്ല, അതെന്താ നമുക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. കാരണം തീറ്റ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കിടന്ന് ചിലപ്പോ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ചിലപ്പോ അല്ലെ. അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിങ് സിസ്റ്റം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചോദിച്ചേ. അപ്പോ താങ്ക് യു ഏട്ടാ. വെൽക്കം.